കേരളത്തിലെ ഇന്ന് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് കേസുകളാണ് ശബരിമലയിലെ സ്വർണ്ണക്കള്ളയും CMRL മാസപ്പടി കേസ്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പെട്ടെന്ന് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നും. ശബരിമല കൊള്ളയും വീണ റിയാസുമായിട്ട് എന്താ ബന്ധം? മുൻപ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന മാതിരി ശബരിമല എന്ന വിഷയത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. മുൻപ് ശബരിമലയിലെ കാലങ്ങളായിട്ട് ശബരിമലയിലെ എല്ലാ വരുമാനവും കളക്ട് ചെയ്യുന്നതും എണ്ണുന്നതും തിട്ടപ്പെടുത്തുന്നതും കണക്ക് കൊടുക്കുന്നതും എല്ലാം ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയുന്ന നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. എന്താണ് ഈ ബാങ്കിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അയ്യപ്പന് മാത്രമേ അറിയാവൂ. കേരള സർക്കാരിന് പൂർണ്ണ ഓഹരിയുള്ള ഒരു സ്ഥാപനമാണ് കേരള ബാങ്ക്, അല്ലെങ്കിൽ കേരള സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക്. രണ്ടാമത് കേരള ഗവൺമെന്റിന് സ്വാധീനമുള്ള ഓഹരിയുള്ള ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അതേപോലെ 10% കൂടുതൽ ഓഹരിയുള്ള ഒരു ബാങ്കാണ് റെപ്കോ ബാങ്ക്. അതിനു മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ടായിരുന്നപ്പോൾ അതിലും മേജർ ഷെയർ ഹോൾഡർ കേരള ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ കേരള ഗവൺമെന്റിന് തനതായ 4 ബാങ്കുകൾ ഉള്ളപ്പോൾ ഈ ബാങ്കുകളെ ഒന്നും അടുപ്പിക്കാതെ എന്തുകൊണ്ട് ധനലക്ഷ്മി ബാങ്കിന് ഈ സമ്പൂർണ്ണ അധികാരം നൽകുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാലാകാലങ്ങളായി ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥന്മാരുടെയും മക്കൾക്ക് ധനലക്ഷ്മി ബാങ്ക് ജോലി നൽകുന്നു എന്നുള്ള ഒരു ആരോപണം പൊതുമധ്യത്തിലുണ്ട്. അതിന്റെ കാര്യങ്ങള് ദേവസ്വം ബോർഡ് വിജിലൻസ് ഓഫീസർ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഈയിടെ നമ്മുടെ പെരുന്നയിലെ പോപ്പിന്റെ മരുമകൻ ഇതേ ബാങ്കിൽ നിന്നും പുറത്തു ചാടി. ചെറിയ കാര്യമായിരുന്നു, ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ബാങ്കിൽ ജോലി വാങ്ങിച്ചു എന്നുള്ളതാണ്. ഈ NSSന്റെയും കൂടുതൽ ഫണ്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്കിൽ എന്നാണ് വിവരം. ബാങ്കുകളെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വിവരങ്ങൾ വെച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ബാങ്കിലെ കസ്റ്റമർ ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാങ്കിങ് ആക്ട് പ്രകാരം ആരും പുറത്തേക്ക് വിടാൻ തയ്യാറാവില്ല. അപ്പോൾ ഊഹാപോഹങ്ങൾ മാത്രമേ. NSSന്റെ ഫണ്ട് വളരെ കാര്യമായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് NSSന്റെ ആജീവാനന്ദ ജനറൽ സെക്രട്ടറിയുടെ മരുമകന് അവിടെ ഒരു ജോലി കൊടുത്തത്. സംഭവം യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നപ്പോഴത്തേക്ക് NSS ആസ്ഥാനത്ത് തന്നെ അത് പ്രിന്റ് ചെയ്തിരിക്കും. എന്നിട്ട് NSS ആസ്ഥാനത്ത് നിന്ന് പ്രിന്റ് ചെയ്ത് പോപ്പ് തുല്യം ചേർത്തി കഴിഞ്ഞാൽ പിന്നെ ധനലക്ഷ്മി ബാങ്കിന് നോക്കാനൊന്നുമില്ലല്ലോ. അപ്പോ NSS ഒരു ഭാഗത്ത്, ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റൊരു ഭാഗത്ത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വീണ തായ്ക്കണ്ടി എന്ന് പറയുന്ന, വീണ ടി എന്നറിയപ്പെടുന്ന, വീണ റിയാസ് എന്നറിയപ്പെടുന്ന, വീണ വിജയൻ എന്നറിയപ്പെടുന്ന ധാരാളം വിളിപ്പേരുകളുള്ള വീണയ്ക്ക് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നാണ് ഇന്നലെ പുറത്തുവിട്ട വിവരം. ഈ കേസില് ED ഒരുപാട് ചുറ്റിക്കളിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ അധികം അവർ ചുറ്റിക്കളിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധനലക്ഷ്മി ബാങ്ക് വഴിയോ അല്ലെങ്കിൽ HDFC ബാങ്ക് വഴിയോ ആണ് ഈ എക്സാലോജിക്കിനും വീണ തായ്ക്കണ്ടിക്കും CMRL നിന്ന് പൈസ കിട്ടിയിരിക്കുന്നു. ഈ പൈസ എന്ത് ചെയ്തു എന്ന് കണ്ടുപിടിച്ചാൽ, അതായത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നത്തിനാണ് ED ഇത്രയും മാസങ്ങളും വർഷങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാര്യം ഇത് ഒരു കുറ്റകൃത്യത്തിൽ നിന്നുണ്ടായ പൈസയാണെങ്കിൽ ആ പൈസയുടെ ബെനിഫിഷ്യറികൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് തീരാവുന്നുള്ളതേ ഉള്ള പ്രശ്നം. അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരുമായിരുന്നു. ഇന്ന് വരെ അവരത് ചെയ്തിട്ടില്ല. അപ്പോ ശബരിമലയുടെ അക്കൗണ്ട് കിടക്കുന്നതും ധനലക്ഷ്മി ബാങ്കിലാണ്. വീണ തായ്ക്കണ്ടിയുടെ അക്കൗണ്ട് കിടക്കുന്നതും ധനലക്ഷ്മി ബാങ്കിലാണ്. ഈ AKG സെന്ററിനും പിണറായി വിജയനും ഒക്കെ വളരെ ഈടൊന്നുമില്ലാതെ ധാരാളമായി ലോൺ നൽകിയിട്ടുള്ള ഒരു ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ധനലക്ഷ്മി ബാങ്കിന്റെ ഈ കാര്യങ്ങളിലുള്ള ഇൻവോൾവ്മെന്റിലേക്ക് EDക്ക് അന്വേഷണം തിരിച്ചേ സാധിക്കൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. നമുക്കറിയാം, ശബരിമലയിലെ ഒരു ചായത്തട്ട് തുടങ്ങണമെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കപ്പം കൊടുക്കും. പക്ഷേ വർഷങ്ങളായിട്ട്
പതിറ്റാണ്ടുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായ ശബരിമലയിലെ വരുമാനങ്ങൾ എടുക്കുന്നതിനും എണ്ണി തിട്ടപ്പെടുത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ധനലക്ഷ്മി ബാങ്ക് ഒരു പൈസയും കപ്പം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാരാണോ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർ? എന്തായാലും ധനലക്ഷ്മി ബാങ്കിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ശബരിമല കൊള്ളക്കേസിലെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും വീണ തായ്ക്കണ്ടിക്ക് കൊടുത്തിട്ടുള്ള ലോണിനെ പറ്റിയിട്ടും CMRL നിന്നും വീണ തായ്ക്കണ്ടിക്ക് വേണ്ടിയിട്ടും വീണ തായ്ക്കണ്ടിയുടെ 1% കമ്പനിയായ എക്സാലോജിക്കിന് വേണ്ടിയിട്ടും കൈപ്പറ്റിയിട്ടുള്ള തുകകളെ പറ്റിയിട്ടും ആ തുകകൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാള് കേരളത്തിലെ ധനലക്ഷ്മി ബാങ്കാണ്. തീർച്ചയായിട്ടും ധനലക്ഷ്മി ബാങ്കിന്റെ ലോക്കർ ഉണ്ടെങ്കിൽ ലോക്കർ തുറക്കാനും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഈ അക്കൗണ്ടിൽ നിന്നും ആർക്കൊക്കെ പൈസ പോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ED ധനലക്ഷ്മി ബാങ്കിനെ സമീപിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയത്. നന്ദി, നമസ്കാരം.